നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം കലക്ടറേറ്റിലെത്താനാകാതെ അവസരം നഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുണ്ട് കുടപ്പനക്കുന്ന് ദയാനഗറിൽ. രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി സ്ഥാനാർത്ഥി അനിൽകുമാറിനാണ് കെഎസ്ഇബിയുടെ മുന്നറിയിപ്പില്ലാത്ത നിർമ്മാണ പ്രവർത്തനം മൂലം അവസരം നഷ്ടപ്പെട്ടത്. നാടകം തിരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. LDFന്റെയും UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ പത്രികയും സമർപ്പിച്ച അംഗത്തിനും തയ്യാറായി കഴിഞ്ഞു. ഇവർക്കൊപ്പം അരുവിക്കരയിലെ അംഗത്തിന് ചുരുകിയെറിയാൻ കാത്തിരുന്ന രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി സ്ഥാനാർത്ഥി അനിൽകുമാർ എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായിരുന്നിട്ട് കൂടി കളക്ടറേറ്റിലെത്താൻ കക്ഷിക്കായില്ല. തിരഞ്ഞെടുപ്പും സ്വപ്നം കണ്ട് ഉറങ്ങിയെണീറ്റ അനിൽകുമാറിന്റെ വീടിന് മുമ്പിൽ KSEB കുഴി കുഴിച്ചതാണ് പ്രധാന കാരണമായി അനിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ അരുവിക്കര ബൈ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി നിന്ന സ്ഥാനാർത്ഥിയാണ്. ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു മാസം കൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനവും കാര്യങ്ങളായിട്ട് പൊക്കായിരുന്നു. ഞാൻ സൈലൻറ്റ് പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഫോമെല്ലാം ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ തോട് എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ എന്താണ് സംഭവം, രാഷ്ട്രീയ ഗൂഢാലോചന നമുക്കത് അറിയാൻ പറ്റില്ല. ഇന്ന് പത്രിക കൊടുക്കാൻ വേണ്ടി എല്ലാം ഫില്ല് ചെയ്തല്ല ഇന്ന് നോട്ടറി അഡ്വക്കേറ്റിനെ കണ്ട് ചെയ്യാൻ പോലെ ബാക്കി എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ച് ഞാൻ കൊടുക്കുന്നില്ല. എന്തായാലും KSEBക്ക് കുഴികുത്താൻ തോന്നിയത് നല്ല നേരത്ത് തന്നെ. മറിച്ച് ഇദ്ദേഹം പത്രിക സമർപ്പിച്ചിരുന്നെങ്കിൽ അരുവിക്കരയിലെ ത്രികോണ മത്സരം ചതുഷ്കോണമായി മാറിയേനെ. കേരളത്തിന്റെ ഭാവിയും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.